നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴ കേസിൽ പ്രതിചേർക്കപ്പെട്ട KM മാണിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേസിൽ മൊഴിമാറ്റ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ S. ശർമ്മ ആരോപിച്ചു. സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും KM മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നാണക്കേട് സഹിച്ചു തുടരാതെ മാണി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഒരാഴ്ചയ്ക്കകം ബിജു രമേശിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് KM മാണിയും പ്രതികരിച്ചു. അഴിമതി മന്ത്രിസഭ എന്നൊക്കെ കേട്ടു തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി സാർ? ഒരു കേസ് ഫയൽ ചെയ്ത് വാസ്തവവിരുദ്ധമായ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെ ശിക്ഷിപ്പിച്ചാൽ ബിജു രമേശിന്റെ പക്കൽ നിന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരവും കിട്ടുമായിരുന്നില്ലേ? ആ 10 കോടി കിട്ടിയാൽ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും കോഴ വാങ്ങാതിരിക്കാനും കഴിയുമായിരുന്നില്ലേ സാർ? എന്തേ മിസ്റ്റർ മാണി ഇത് ചെയ്യാതിരുന്നത്? ബിജു രമേശിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാത്തതിന് VSന്റെ പരിഹാസമായിരുന്നു ഇത്. മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായം വാക്യം 26 ഉദ്ധരിച്ചായിരുന്നു VSന്റെ അടുത്ത ഉപദേശം. സാർ, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം എന്നാണ്. കള്ളത്തരങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ കാട്ടി ഏറെ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ VS വീണ്ടും ബൈബിളിലെ വാചകങ്ങൾ ഓർമ്മിപ്പിച്ചു. നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല. ഇതിനുശേഷം റോമാ സാമ്രാജ്യത്തിലെ ജൂലിയസ് സീസറിന്റെ കഥയാണ് VS പറഞ്ഞത്. മിസ്റ്റർ മാണിക്ക് റോമാ സാമ്രാജ്യത്തിലെ ജൂലിയസ് സീസറിന്റെ കഥ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ജൂലിയസ് സീസറിനെ അവസാനത്തെ കുത്തി കൊന്നത് സീസറിന്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസ് ആയിരുന്നില്ലേ? മാണി ഓർക്കുന്നില്ലേ അത്? ബ്രൂട്ടസേ നീയും. എന്നാൽ VSന്റെ പ്രസംഗം അവസാനിച്ച ഉടൻ തന്നെ മറുപടിയുമായി മാണി രംഗത്ത് വന്നു. VSനെ അന്തിക്രിസ്തുവിനോട് ഉപമിച്ചായിരുന്നു മാണിയുടെ മറുപടി. VSന്റെ ഈ സംസാരം കേട്ടപ്പം അന്തിക്രിസ്തുവിനെയാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ നിഷേധിക്കുകയാണ്. ബൈബിൾ ഉദ്ധരിക്കുന്നു. വേദമോകും എന്ന് അവർ ചൊല്ലുണ്ട്. ചെകുത്താൻ വേദമോകും. ഇതോടെ കുറച്ചു സമയത്തേക്ക് പ്രതിപക്ഷം ബഹളം വെച്ചെങ്കിലും പിന്നീട് ശാന്തരായി. സൈഫ് സൈനുൽ ആബ്ദീൻ, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് B ചെയർമാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് M ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ R ബാലകൃഷ്ണപിള്ള, മാണി ഒരു മതവിശ്വാസിയാണല്ലോ. ഇതുപോലുള്ള അഴിമതികൾ, തെറ്റുകൾ ചെയ്താൽ അവിടെ നരകത്തിൽ കത്തുന്ന തീ, അതിലിട്ട് വറക്കൽ, അതുപോലെ അതിനുശേഷം പുഴുക്കൾക്ക് ഭക്ഷണമാക്കൽ, ആ രീതിയിലുള്ള വലിയ തിക്താനുഭവങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കാര്യം ഒരു വിശ്വാസി അല്ലാത്ത കമ്മ്യൂണിസ്റ്റായ VS അച്യുതാനന്ദന് മാണിയെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. ആ രീതിയിൽ മാണി ഭയക്കേണ്ടതുണ്ടോ? പ്രകാശ ഇതിനകത്തുള്ള ഒരു കാര്യം, മാണിയുടെ പേരിലെ ഒരു കേസുണ്ട്. ആ കേസ് ഞങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ അറിയാവുന്ന. പക്ഷെ മാണി കൈക്കൂലി വാങ്ങിച്ചു, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച് സ്ഥിരപ്പെടുത്തി എന്തെങ്കിലും ഒരു വിധിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതെ നിയമം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാണി കുറ്റക്കാരനാണ് എന്ന് വിധിക്കാൻ ഞാനിപ്പോൾ തയ്യാറില്ല വ്യക്തിപരമായിട്ട്. അത് വേറൊരു കാര്യം. അതൊക്കെ ഇപ്പൊ കോടതിയുടെ മുമ്പിൽ പല പല കേസുകളിലായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ പൂർണ്ണമായും തെറ്റുകാരനാകണമെങ്കിൽ കോടതി പറയണം, അല്ലാതെ തെറ്റുകാരനാകില്ല. അതുകൊണ്ട് ആ വിഷയം. പിന്നെ ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങളുടെ പല പ്ലാറ്റ്ഫോമുകളിൽ ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ ഉന്നയിക്കേണ്ട സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ ഉന്നയിക്കാൻ പെടാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനോടുള്ള ബഹുമാനവും ഭക്തിയും ഒക്കെ ഉള്ള ഒരാളെന്നുള്ളതിലേക്ക് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എൻ്റെ ജോലിയല്ലാവുന്നു. പക്ഷെ ഒരു കാര്യം ഇതിനകത്തുണ്ട്.
പ്രകാശ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, എനിക്കിത് ഇടപെടാൻ വേണ്ടി താല്പര്യമില്ലാത്ത ആളാണ്. ഇതിനേക്കാളൊക്കെ ഇപ്പം മാണിയുടെ പേരിലുള്ളത് ശരിയാകാം തെറ്റാകാം എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. എനിക്കറിയാമെങ്കിലും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ 28 ബിജു രമേശ് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ UDF ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് മാത്രമല്ല, മറ്റിതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ മറ്റൊന്ന് 2-3 മന്ത്രിമാരെ കുറിച്ച് ഉൾപ്പെടെ ഞാൻ, എൻ്റെ കൂടെ ഗണേശനും ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇത് നിയമസഭയുടെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അത് താങ്കൾ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി പറഞ്ഞതും പല പ്രാവശ്യം പറഞ്ഞത് നമ്മൾ അതെല്ലാം മാധ്യമങ്ങളും ജനങ്ങളിൽ എത്തിച്ചതുമാണ്. ഇവിടെ ഒരു വ്യക്തമായി ഒരു മന്ത്രിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നു. അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ വി ശിവൻകുട്ടി MLA നിയമസഭയിൽ ഒരു CD വച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ആരോപണങ്ങളും ഉന്നയിച്ചിരിക്കുന്നു. റവന്യൂ റിക്കവറി നടപടികൾ ഏതാണ്ട് 211ഓളം വ്യാപാരികളുടെ റവന്യൂ റിക്കവറി നടപടി ഏതാണ്ട് 116 കോടി രൂപയുടെ അത് സ്റ്റേ ചെയ്യുന്നതിന്, ആ നികുതി വാങ്ങുന്നത് സ്റ്റേ ചെയ്യുന്നതിന് KM മാണി സ്റ്റേ അനുവദിക്കുകയും അതിന് 15 കോടി രൂപയോളം പറ്റുകയും ചെയ്തു എന്നാണ് ഒരാരോപണം. 2, KM മാണി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. 3, ബാർ കോഴക്കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി KM മാണി മകനെ, മരുമകനെ, ഇടനിലക്കാരെ ഉപയോഗിച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 3 ഗൗരവമുള്ള ആരോപണങ്ങൾ വി ശിവൻകുട്ടി MLA സഭയ്ക്ക് അതിലെ തെളിവ് നൽകുകയും സഭയ്ക്ക് പുറത്ത് വാർത്താ സമ്മേളനം നടത്തി അത് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ താങ്കൾ, ഈ പ്രത്യേകമായ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് ഈ റവന്യൂ റിക്കവറിയുടെ കാര്യം കഴിഞ്ഞ 2-3 ദിവസമായി പത്രങ്ങളിൽ വന്നു. ഞാൻ എറണാകുളത്തെ ഹൈക്കോടതിയിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഇതിന് ചില കേസുകളുണ്ട്. റവന്യൂ റിക്കവറിക്കെതിരായിട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ആരാണ് കൊടുത്തതെന്ന് ഫയൽ കാണാതെ പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർക്കും അധികാരമുണ്ട്. മാണിയാണ് സ്റ്റേ കൊടുത്തത് എന്ന് പത്രത്തിൽ വാർത്ത വന്നു. ഞാൻ ചില അഭിഭാഷകരോട് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ, ഞങ്ങളുടെയൊക്കെ കാലത്ത് മന്ത്രി അനുവദിക്കാതെ സ്റ്റേ കൊടുക്കാനൊക്കെ. അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഏതിൻ്റെ ടാക്സ് ആണ് സ്റ്റേ ചെയ്യേണ്ടത് എന്നുള്ളതിന് ആ മന്ത്രി കൂടെ അറിയണമെന്ന് അന്ന് നിയമമുണ്ട്. പക്ഷെ ഇന്ന് നിയമമില്ല. റവന്യൂ റിക്കവറി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവകാശി റവന്യൂ മന്ത്രിയാണ്. പക്ഷെ സെയിൽ ടാക്സിന്റെ ആണെങ്കിൽ മാണിക്കിടപെടാം. അത് ഇടപെട്ടതിനകത്ത് നീതിന്യായങ്ങളെ കുറിച്ച് ഫയൽ നോക്കാതെ എനിക്കൊന്നും പറയാൻ വെക്കില്ല. അതിപ്പോ ആരോപണങ്ങൾ പറയുന്നവർ അതിനുള്ള തെളിവ് കൊടുക്കണം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള വ്യക്തമായിട്ടാണ് ശിവൻകുട്ടി ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഒരു സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിന് 50 കോടി രൂപയുടെ സ്റ്റേ നൽകി. എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് 16 കോടിയുടെ സ്റ്റേ നൽകി. 1965 തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ മാണിക്ക് 2.68 ഹെക്ടർ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കോടീശ്വരനാണ്. കേരളത്തിലെ റിലയൻസ് ആണ് KM മാണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണവും ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് 25 ലക്ഷം രൂപ, 8 കോടി രൂപയുടെ സ്റ്റേ നൽകുന്നതിന് ജോൺ കല്ലാട്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മാണി ചോദിച്ചു വാങ്ങി. ഇത് എണ്ണി നോക്കി 1000 രൂപയുടെ 6 നോട്ടുകൾ 6000 രൂപ കുറവുണ്ടായിരുന്നു. ആ 6000 രൂപ കൂടി എണ്ണി തിട്ടപ്പെടുത്തി നൽകിയ ശേഷമാണ് ആ സ്റ്റേ ഉത്തരവ് ഇറങ്ങിയത് എന്ന്, ആരാണ് പണം നൽകിയത് എന്നും എത്ര രൂപയുടെ കുറവുണ്ടായിരുന്നു എന്നും എന്നായിരുന്നു എന്നും എല്ലാം വി ശിവൻകുട്ടി നിയമസഭയ്ക്ക് പുറത്ത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. അത് പ്രകാശ്, അത് ശിവൻകുട്ടി തെളിയിക്കേണ്ട കാര്യമായി. എനിക്ക് തെളിവ്, ഞാനൊരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ കള്ളം പറയില്ല. സത്യം രാഷ്ട്രീയത്തിൽ പലപ്പോഴും പറയാതിരിക്കേണ്ടി വരും. ഞാനൊരു സത്യം അങ്ങ് പറയുക. ഞാൻ ഒരു കള്ളവും ജീവിതത്തിൽ പറയാത്ത ആളാണ്, കള്ളം ചെയ്യത്തുമില്ല. പക്ഷെ മാണി ഇതൊക്കെ ചെയ്തു എന്നുള്ളതിന് എനിക്ക് തെളിവ് കിട്ടാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ളത് എനിക്ക് ഞാൻ TV ഇരുന്നുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞത് ശരിയാകാം. ശിവൻകുട്ടിക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. അത് ശിവൻകുട്ടി പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മാണിയെ പറ്റിയല്ല. മാണിയേക്കാൾ ഭയങ്കരമായി അഴിമതി കാണിക്കുന്ന മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ വ്യക്തമാണ്. നമുക്ക് അതിലേക്ക് വരാം. ദയവായി താങ്കൾ തുടരുക. ശ്രീ ആന്റണി രാജു, ശിവൻകുട്ടി ആരോപണങ്ങൾ വ്യക്തമായി ഉന്നയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, നിങ്ങൾ കേരള കോൺഗ്രസ്സുകാരെല്ലാവരും നല്ല ദൈവവിശ്വാസികളാണ്, എന്നും ബൈബിൾ വായിക്കുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തായിരിക്കും ഈ രീതിയിൽ പൊതുജനങ്ങളെ കൊള്ള ചെയ്താൽ, അഴിമതി നടത്തിയാൽ കാത്തിരിക്കുന്നത് എന്ന ഒരു വിശ്വാസപരമായ ഓർമ്മപ്പെടുത്തൽ കൂടി അച്യുതാനന്ദൻ നടത്തിയിരിക്കുന്നു.
ഇതെല്ലാം ഇത് നിങ്ങൾക്ക് വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആരോപണങ്ങളെ വസ്തുതാപരമായി നേരിടുകയും മറുപടി പറയുകയും ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യും കേരള കോൺഗ്രസ് എം? പ്രകാശ്, മാണി സാറിനെതിരെയുള്ള ആരോപണമാണ്. എനിക്ക് പറയാൻ അല്പം സമയം തരണം. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ ഇതുവരെ കാറൽ മാർക്സ് പറയുന്നതും ഏംഗൽസ് പറയുന്നതാണ് സുവിശേഷമെന്നും മൂലധനമാണ് ബൈബിളെന്നും പറഞ്ഞു നടന്ന ശ്രീ VS അച്യുതാനന്ദൻ ഇപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും ബൈബിളുമാണ് യഥാർത്ഥ സത്യമെന്നും മനസ്സിലാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. അദ്ദേഹം ഉദ്ധരിച്ച വാക്കുകൾ പോലെ മുഖ്യമന്ത്രി സ്ഥാനവും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവുമല്ല വലുത്, മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനവും പ്രതിപക്ഷ സ്ഥാനം നേടിയാലും സ്വന്തം പാർട്ടി വിരുദ്ധനെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ VS താങ്കൾ ജീവിച്ചിരുന്നിട്ട് ഫലം? VS അച്യുതാനന്ദൻ ഇന്നത്തെ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ചുമ്മാ വെറുതെ കുറെ ബൈബിൾ വാക്യങ്ങൾ ആരോ എഴുതി കൊടുത്ത് കോട്ട് ചെയ്തു. ഞാനൊന്നുകൂടെ പറയട്ടെ. ശ്രീ V ശിവൻകുട്ടി എഴുതി കൊടുത്ത് ഉന്നയിച്ച 3 ആരോപണങ്ങളാണ്. ഒന്ന്, പാലാഴി ടയർ. ശ്രീ അങ്ങേക്കറിയാമല്ലോ, 1995 ഏതാണ്ട് 20 വർഷം മുമ്പ് ഈ ആരോപണം ഉന്നയിക്കുകയും സുപ്രീം കോടതി വരെ പോയി ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് വിധി വന്നതുമായൊരു പഴയ പടക്കം, നനഞ്ഞ പടക്കമാണ്. 1. 2, 116 കോടി രൂപയ്ക്ക് സ്റ്റേ അനുവദിച്ചത്. പ്രകാശ് മനസ്സിലാക്കേണ്ടത്, ഈ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട് സെയിൽ ടാക്സിൽ സ്റ്റേ അനുവദിക്കുവാൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിക്ക് അധികാരമുണ്ട്. 30% അടയ്ക്കുവാനും 10 ഇൻസ്റ്റാൾമെന്റ് അടച്ചുകൊണ്ട് റിക്കവറി നടപടികൾക്ക് സ്റ്റേ കൊടുക്കാനുള്ള അധികാരം ധനകാര്യ വകുപ്പ് മന്ത്രിക്കുമുണ്ട്. ഇന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 116 കോടി രൂപയ്ക്കാണ് സ്റ്റേ കൊടുത്തതെന്ന് പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ശ്രീ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 172 കോടി രൂപയ്ക്കാണ് ശ്രീ ശിവൻകുട്ടിയുടെ നേതാവ് തോമസ് ഐസക് സ്റ്റേ കൊടുത്തത്. ശ്രീ ശിവൻകുട്ടി ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു, 10% 11.6 കോടി രൂപയാണ് ഇതിൽ അഴിമതിയെന്ന്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ നേതാവ് ഡോക്ടർ ഐസക് 172 കോടി രൂപയ്ക്ക് സ്റ്റേ കൊടുത്തത് അതിന്റെ 10%-മായ 17.2 കോടി രൂപ CPM-ന്റെ ഖജനാവിലേക്ക് മാറ്റിയിട്ടാണോ എന്ന് അദ്ദേഹം മറുപടി പറയണം. മറ്റൊരു ആരോപണം ഉന്നയിച്ചത് എന്താണ്? KM മാണിയുടെ ബന്ധുക്കൾ, മരുമകൻ ഒരു സ്റ്റീഫൻ 10 കോടി രൂപ ഓഫർ ചെയ്തു. ഞാൻ അന്വേഷിച്ചു പ്രകാശേ, KM മാണിക്ക് മരുമക്കളായുള്ള 5 ഒന്ന് ഡോക്ടർ സുനില്, ഒന്ന് ഡോക്ടർ സേവ്യർ, ഒന്ന് ഡോക്ടർ തോമസ് കുട്ടി, ഒന്നൊരു രാജേഷ്, ഒന്നൊരു MP ജോസഫ്. സ്റ്റീഫൻ എന്നൊരു മരുമകനെ KM മാണിക്കില്ല. മാത്രമല്ല ഈ ശബ്ദരേഖയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശ്രീ ബിജു രമേശിന്റെ വാക്കുകളാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് KM മാണിയുടെ മരുമകന്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കാം, KM മാണിയുടെ മകൻ ജോസ് K മാണിയുടെ വാക്കുകൾ കേൾക്കാം. പക്ഷെ കേരളത്തെ ആകെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് ആരാണ്? ബിജു രമേശാണ് പറഞ്ഞത്. ശരി ആന്റണി രാജു, അങ്ങനെയാണെങ്കിൽ V ശിവൻകുട്ടി പേരെടുത്ത് പറഞ്ഞ് ഉന്നയിച്ച ഒരു ആരോപണമുണ്ടല്ലോ. അതായത് ജോൺ കല്ലാട്ടിൽ നിന്ന് 8 കോടി രൂപയുടെ ഒരു സ്റ്റേക്ക് വേണ്ടി 25 ലക്ഷം രൂപ KM മാണി കൈക്കൂലി ചോദിച്ചു. ആ 25 ലക്ഷം രൂപ ജോൺ കല്ലാട്ട് കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ മാണി ഇരുന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ 1000-ന്റെ 6 നോട്ടുകൾ 6000 രൂപയുടെ കുറവ് അതിലുണ്ടായിരുന്നു. ആ പണം കൂടി ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറഞ്ഞ് ആ പണം കൂടി ചേർത്ത് വച്ച ശേഷം മാത്രമാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത് എന്ന ഒരു ഗുരുതരമായ ആരോപണം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു? പ്രകാശേ, ഈ പണം കൊടുത്ത ജോൺ കല്ലാട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ ആരോപണം ഉന്നയിച്ച ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നുവോ? എന്തെങ്കിലും ആരോപണം ആർക്കെതിരെങ്കിലും ഉന്നയിക്കുക, ഇങ്ങനെ ഒരു ആരോപണം അല്ലല്ല. അങ്ങനെ ആന്റണി രാജു താങ്കൾ പറഞ്ഞു പോകരുത്. വേറൊരുദാഹരണം, അത് ശരി, അതിലുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീ പി സി ജോർജ് തന്നെ നിഷാദിന്റെ കേസുമായി ബന്ധപ്പെട്ട് വൈത്തീശ്വരന്റെ ഒരു 2.5 കോടി രൂപയുടെ ഏർപ്പാട് പുറത്തു പറഞ്ഞല്ലോ. അതിന്റെ CD പുറത്തുവിട്ടല്ലോ. ആ CD DGP-യുമായി ബന്ധപ്പെട്ട ആ CD-യിൽ വൈത്തീശ്വരൻ 2.5 കോടി രൂപ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അത് ഒത്തുതീർക്കാൻ വേണ്ടി KM മാണി ഇടപെട്ടു എന്ന് പാർട്ടി നേതാവായ PC ജോർജ് റിപ്പോർട്ടർ ചാനലിൽ തന്നെ പറഞ്ഞതാണല്ലോ. ആ 2.5 കോടി രൂപയുടെ കേസിൽ മാണി ഇടപെട്ടുല്ലോ. അപ്പോൾ പണം
പണം ഒരാൾക്ക് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അയ്യോ അത് മേടിച്ചു കൊടുക്കാതെ ഇടപെടൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് പറയുക. 10 കോടി രൂപയുടെയും 50 കോടി രൂപയുടെയാണ് കൂത്താട്ടുകുളത്തെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി. 50 കോടി രൂപ പൊതുജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം, അതിന് സ്റ്റേ അനുവദിക്കുക. 16 കോടി എറണാകുളത്ത് സ്റ്റേ അനുവദിക്കുക. അങ്ങനെ 211 വ്യാപാരികൾക്ക് 116 കോടി രൂപയുടെ സ്റ്റേ അനുവദിക്കാൻ ഇത് പൊതുജനത്തിൻ്റെ പണമല്ലേ ശ്രീ ആന്റണി രാജു? KM മാണി ഈ 2.6 ഹെക്ടർ മാത്രം സ്ഥലമുണ്ടായിരുന്ന KM മാണി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് എടുത്തു വന്ന് കൊടുക്കുന്നതല്ലല്ലോ. എന്റെ പ്രകാശ്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശ്രീ ഡോക്ടർ തോമസ് ഐസക്ക് 172 കോടി രൂപയ്ക്ക് സ്റ്റേ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഉണ്ടെന്ന കാശായിരുന്നു. ഇത് നിയമപരമായി കൊടുക്കാൻ ബാധ്യതയുള്ളതാണ്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കാര്യത്തിൽ ഇപ്പോൾ ആന്റണി രാജു ആകട്ടെ കേരള കോൺഗ്രസ് നേതാക്കളാകട്ടെ എന്ത് പറഞ്ഞാലും അവരൊന്നും ഒരു തെളിവും ഒന്നും സ്വീകരിക്കില്ല. അവർ പറയുന്നത് ഇപ്പോൾ 116 കോടി രൂപയുടെ സ്റ്റേയുടെ കാര്യം പറയുമ്പോൾ തോമസ് ഐസക്കിൻ്റെ കാലത്തെ സ്റ്റേയുടെ കാര്യം പറയും. അങ്ങനെയാണെങ്കിൽ മാണി അന്നത് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞ് ഇവരെ വിശ്വസിക്കാൻ പറ്റൂ? എന്തെങ്കിലും തെളിവ് കൊടുത്താൽ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് വിശ്വാസമാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ നേതാവ് KM മാണി ആരാണെന്നും അദ്ദേഹത്തിന്റെ തരവഴി എന്താണെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നും അദ്ദേഹത്തിന്റെ മരുമക്കൾ ആരാണെന്ന് മാത്രമല്ല അവർ ഓരോരുത്തർക്കും എന്താണ് ബിസിനസ് എന്നും ഏതേത് രീതിയിലാണ് ഇവർ പണം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ജോസഫ് പുതുശ്ശേരിക്കും അറിയാം, ശ്രീമാൻ ആന്റണി രാജുവിനും അറിയാം, PC ജോർജിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ആന്റണി രാജുവിനും PC ജോർജിനും ഒക്കെ ഉള്ള KM മാണിയോടുള്ള മതിപ്പും അപാരമായ സ്നേഹ ബഹുമാനങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് വേണ്ട. നിയമസഭാ നടപടികളുടെ പഴയ കോപ്പി എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഇവരൊക്കെ തന്നെ വിപരീത ഗ്രൂപ്പിലായിരുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള അപദാനങ്ങൾ വാഴ്ത്തിയിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് എത്ര കോടിയുടെ അഴിമതി ആരോപണമാണ് ഇവർ ഇപ്പോഴത്തെ നേതാവിനെതിരായിട്ട് അന്ന് ഉന്നയിച്ചത് എന്നറിയാൻ പറ്റും. അതൊക്കെ മറന്നുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ വായ്ത്താരികൾ മുഴക്കുകയാണ്. പിന്നെ ഹെൻറി 8-ാമൻ 6 തവണ കല്യാണം കഴിച്ചതുകൊണ്ട് ഹെൻറി 16-ാമൻ 16 തവണ കല്യാണം കഴിക്കും എന്ന വാദമാണ് ഇവിടെ ആന്റണി രാജു ഉന്നയിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക് ഒരു അഴിമതിക്കാരനല്ലെന്നുള്ള ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസ് പോലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും ഒരു നിസ്വനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പല കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും തോമസ് ഐസക് അഴിമതിക്കാരനാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. KM മാണി ഇത്ര കോടി കമ്മീഷൻ വാങ്ങിച്ചതുകൊണ്ട് തോമസ് ഐസക് ഇത്ര കോടി കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടാവുന്നതാണ് ആന്റണി രാജുവിന്റെ എഞ്ചുപടി കണക്ക്. ആ കണക്ക് ജനങ്ങൾ വിശ്വസിക്കുകയില്ല. KM മാണി കേരളം കണ്ട് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് പറയാൻ ഞാൻ അംഗീകരിക്കില്ല. കാരണം ശ്രീ ബാലകൃഷ്ണപിള്ളയോട് പറഞ്ഞ പോലെ ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തെക്കാൾ വലിയ അഴിമതി നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ പിടിക്കപ്പെട്ടത് ഇപ്പോൾ KM മാണിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെക്കാൾ വലിയ അഴിമതിക്കാരി മന്ത്രിസഭയിലുണ്ട്. കേരള കോൺഗ്രസുകാർക്ക് ന്യായമായിട്ട് പറയാവുന്ന ഒരു റീസൺ അതാണ്. എന്നിട്ട് KM മാണി സാർ രാജിവെക്കണം. മാണി സാറിനേക്കാളും വലിയ കള്ളന്മാർ, കായംകുളം കൊച്ചുണ്ണിയേക്കാളും വെള്ളായണി പരമുനേക്കാളും വലിയ കള്ളന്മാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടല്ലോ. അവരാരും രാജിവെക്കുന്നില്ലല്ലോ. അവരുടെ അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ഒരു പരാതിയുമില്ലല്ലോ എന്ന ന്യായം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു നല്ല ന്യായമാണ്. കാരണം അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ മന്ത്രിസഭയിലെ അഴിമതിക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ഈ ഒരു 8-ാമത്തെ 9-ാമത്തെ സ്ഥാനമേ ശ്രീ KM മാണിക്ക് അവകാശപ്പെടാൻ കഴിയുള്ളൂ. ആ നിലയ്ക്ക് അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹത്തെക്കാൾ വലിയ 7-8 അഴിമതിക്കാരി മന്ത്രിസഭയിലുണ്ട്. അവരെല്ലാവരും മിടുക്കന്മാരായിട്ട് മാന്യന്മാരായിട്ട് യോഗ്യന്മാരായിട്ട് തുടരുന്നു. എന്തിന് KM മാണി രാജിവെക്കണം? എന്തുകൊണ്ട് അച്യുതാനന്ദൻ അവരെ കുറിച്ച് യാതൊരു പരാതിയുമില്ല? എന്തുകൊണ്ട് ശിവൻകുട്ടി പരാതി എഴുതി കൊടുത്ത് നിയമസഭയ്ക്ക് പുറത്തും അകത്തും ഈ വിഷയം ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യം ന്യായമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ്റെ പ്രസംഗം അത് മാണിയും ഉമ്മൻചാണ്ടിയും PC ജോർജും എല്ലാം വിശ്വാസികളാണെങ്കിൽ നരകത്തിൽ അവരെ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം മുതൽ ഈ ഇഹലോകവും പരലോകവും എന്ന കാഴ്ചപ്പാടിനെതിരെ ആശയസമരം നടത്തിയിരുന്നു. പരലോകത്ത് ചില തിന്മകൾ, ചില ശിക്ഷണ നടപടികൾ ഉണ്ടാകും എന്ന് ഭയപ്പെടുത്തി ആളുകളെ അടക്കി നിർത്തുന്ന വിശ്വാസികളുടെ ഒരു രീതി. പരലോകത്ത് എന്തു വേണമെങ്കിലും സംഭവിക്കട്ടെ, പരലോകത്തെ ശിക്ഷയും അവിടുത്തെ നന്മയുമെല്ലാം അവിടെ നിൽക്കട്ടെ, ഇഹലോകത്തെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കണം. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നടപടി. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നു, മാണിക്കെതിരെ കേരളം മുഴുവൻ എന്തെല്ലാമോ ഗ്രാമങ്ങൾ തോറും പ്രക്ഷോഭം നടന്നു എന്ന്. നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാം. ഇവിടെ KM മാണിയെ ഒന്ന് വറക്കാനോ പൊരിക്കാനോ
ഒന്ന് നരകത്തിലിടാനോ ഒന്ന് ശിക്ഷിക്കാനോ പ്രതിപക്ഷത്തിന് കഴിയില്ല. ഇനി ദൈവമെങ്കിലും അത് ചെയ്യട്ടെ എന്ന ആ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് കാര്യമുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ KM മാണി ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അപ്പോഴായിരിക്കും ഒരു പക്ഷേ സഖാക്കൾ ഇങ്ങനെ പരലോക വിശ്വാസം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. മറിച്ച് പരലോകത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഇഹലോകത്തിൽ തന്നെ നടത്താവുന്നത്ര അഴിമതി നടത്തണം എന്ന സിദ്ധാന്തം മാർക്സിസ്റ്റുകാരുടെ ഭരണത്തിൽ നിൽക്കുമ്പോഴായിരിക്കും KM മാണിയും പഠിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ മാണി സാറിന് പേടിക്കാനില്ല. നമ്മുടെ കേരളത്തിലെ രണ്ട് എണ്ണപ്പെട്ട ദൈവശാസ്ത്ര വിദഗ്ധന്മാരായ മാർ ജോസഫ് പൗവത്തിലും ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തയും ശ്രീ KM മാണിയുടെ സകലവിധ അഴിമതികൾക്കും സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ രണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാണി സാറിന് കൽപ്പാന്ത കാലത്തോളം, ഏറ്റവും കുറഞ്ഞ് ഈ UDF സർക്കാരിന്റെ കാലാവധി കഴിയുന്നവരെങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ തന്നെ വിഭവ സമാഹരണം തുടരാവുന്നതാണ്. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ഇന്നിപ്പോൾ നാണക്കേട് തുടരാതെ മാണി രാജിവെക്കണമെന്ന് VS അച്യുതാനന്ദൻ പറയുകയും ആ 10 കോടി രൂപ അത് ബിജു രമേശിന് നിന്ന് നഷ്ടപരിഹാരമായി കേസ് നടത്തി ഈടാക്കിയിരുന്നെങ്കിൽ വരും നാളുകളിൽ അടുത്ത വർഷമെല്ലാം ഈ അഴിമതി ഇങ്ങനെ നടത്തേണ്ടതായിരുന്നല്ലോ എന്ന് പരിഹസിക്കുകയും ചെയ്യുമ്പോൾ മാണി ഇപ്പോഴും പറയുന്നത് ബിജു രമേശിനെതിരെ ഒരാഴ്ചയ്ക്കകം മാനനഷ്ട കേസ് ഫയൽ ചെയ്യും എന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കേസ് ഇതുവരെ ഫയൽ ചെയ്യാത്തത്? അത് മനസ്സിലായില്ലേ? ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് KM മാണി ഇതുവരെ കേസ് ഫയൽ ചെയ്യാത്തത്? ഞാൻ പറയാം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞുള്ള മറുപടി കൂടെ പറയണ്ടേ? വെറുതെ പറഞ്ഞു പോയാൽ മതിയോ? അഡ്വക്കേറ്റ് ജയശങ്കർ ബിഷപ്പ്മാരുടെ പേര് പറഞ്ഞപ്പോൾ NSS ജനറൽ സെക്രട്ടറി SNDPയുടെ പ്രസിഡന്റിനെയും അദ്ദേഹം വിട്ടത് വളരെ ബോധപൂർവമാണെന്ന് മനസ്സിലായി. വർഗീയമായി ഇത്തരം കാര്യങ്ങൾ ജയശങ്കർ പറയരുത്. അദ്ദേഹം ഒരു CPI-കാരനാണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ പറയരുത്. മാണി സാർ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു, ഒരാഴ്ചക്കകത്ത് അദ്ദേഹം നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുമെന്ന് KM മാണി നിയമസഭയിൽ പറഞ്ഞതോടുകൂടി ഈ കേസിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം മാണി സാർ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ ആന്റണി രാജു, എത്ര പ്രാവശ്യം നിങ്ങൾ ഈ കാര്യം പറഞ്ഞു? നിങ്ങളുടെ അന്വേഷണ കമ്മീഷൻ, നിങ്ങളുടെ വക്കീൽ നോട്ടീസ്, അതിന് മറുപടി, അതിന് കേസ് എല്ലാം പറഞ്ഞിട്ടും നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല. അതാണ് VS അച്യുതാനന്ദൻ ചോദിക്കുന്നത്. ആ കേസ് കൊടുത്ത 10 കോടി രൂപ നിങ്ങൾ തെറ്റുകാരനല്ലെങ്കിൽ നഷ്ടപരിഹാരമായി മേടിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. മാത്രമല്ല വീണ്ടും നിങ്ങൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് മാധ്യസ്ഥം വഹിക്കുന്നു, അതിനാളുകളെ അണിനിരത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ KM മാണി തെറ്റുകാരനല്ലെങ്കിൽ കേസ് കൊടുക്കണമല്ലോ, മാനനഷ്ട കേസ് കൊടുക്കണമല്ലോ. അത് പറഞ്ഞ സമയത്ത് കോട്ടയത്ത് PJ ജോസഫിൻ്റെ കാലിൽ ചവിട്ടുകയല്ലല്ലോ വേണ്ടത്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? പ്രകാശേ, മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ ബിജു രമേശ് അല്ലാതെ ഏതെങ്കിലും മധ്യസ്ഥൻ പോയതായിട്ടൊരു തെളിവ് ഇതുവരെ ശ്രീ ബിജു രമേശിന് ഹാജരാക്കാൻ പറ്റിയോ? മാത്രമല്ല, ഇതിന് നിയമപരമായ നടപടികൾ എടുക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട്. ഇപ്പോൾ മാണി സാർ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരാഴ്ചക്കകം കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സമയമൊന്നും പോയിട്ടില്ല കേസ് ഫയൽ ചെയ്യാൻ. കൃത്യസമയത്ത് തന്നെ മാണി സാർ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഒരാഴ്ചക്കകം ഫയൽ ചെയ്തില്ലെങ്കിൽ ശ്രീ പ്രകാശ് മാണി സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. ശ്രീ ആന്റണി രാജു, FIR ഇട്ടു, അതിനുശേഷം കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറ്റപത്രം കൂടി കിട്ടിയ ശേഷമായിരിക്കുമോ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക? അല്ല, ഇതൊക്കെ പ്രകാശിന്റെ സ്വപ്നങ്ങളാണ്. ഏതായാലും FIR ഇട്ടതല്ലേ ഉള്ളൂ, കുറ്റപത്രമൊന്നും കൊടുത്തില്ലല്ലോ. അങ്ങനെ കുറ്റപത്രം കൊടുക്കുന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല, പ്രകാശിനുണ്ടായിരിക്കാം. ഏതായാലും ഇതുവരെ ഒരു തെളിവുമില്ലാത്ത ഒരു കേസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്ടോബർ 31 പ്രഖ്യാപിച്ച തെളിവുകളെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞ ബിജു രമേശ് ഡിസംബർ 31 ഉണ്ടാക്കിയ ഒരു CD ആണ് ഇപ്പോൾ ആകെ തെളിവായി കൊണ്ട് പിടിച്ച് നിങ്ങൾ നിന്നോ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, താങ്കൾ പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറും അംഗീകരിച്ചിരിക്കുന്നു. KM മാണി മാത്രമല്ല, KM മാണിയേക്കാൾ കക്കാനും നിൽക്കാനും അറിയുന്നവർ അവർ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മന്ത്രിസഭയിൽ. ആ മന്ത്രിസഭയ്ക്കെതിരെ ഈ അഴിമതിക്കാരെ ഇതിനു മുമ്പ് പല പ്രാവശ്യം താങ്കൾക്കറിയാം വലിയ അഴിമതി ആരോപണം നേരിട്ടവരെ ഇറക്കിയ ചരിത്രം കേരളത്തിലുണ്ട്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്ന ചരിത്രം കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് നാണമില്ല എന്നുള്ളത് മാത്രമാണോ? എന്തുകൊണ്ട് ഇവരെ ഇറക്കാൻ കഴിയുന്നില്ല? ഞാൻ പ്രകാശിനോട് പറയാം. അതായത് 2 വർഷങ്ങൾക്ക് മുൻപ്, ആന്റണി രാജു ഉൾപ്പെടെ ഇരിക്കുമ്പോഴാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് നേതാക്കന്മാരുടെ യോഗത്തിൽ, UDF യോഗത്തിൽ
2-3 മന്ത്രിമാരെ കുറിച്ച് എണ്ണി ആരോപണങ്ങൾ ഞാൻ ഉന്നയിച്ചെന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ്. ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം, ഇനി ഇത് പറയരുത്, എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. അതിനകത്ത് മാണിയുടെ ഈ പിന്നെ കേസൊന്നുമില്ല, അബ്കാരി കേസൊന്നുമില്ല അതിനകത്ത് എഴുതി കൊടുത്തത്. അത് പിന്നീടാ. അതിനുശേഷം വീണ്ടും ഞാൻ എഴുതി കൊടുക്കേണ്ടി വന്നു. അത് VM സുധീരൻ ഞാൻ എഴുതി കൊടുത്ത അതേ രീതി. ആദ്യം ഞാൻ എഴുതി കൊടുത്തത് വേണേ ഒരു ന്യായം പറയാം, അത് തൃശൂർ വിജിലൻസ് ട്രൈബ്യൂണൽ ചെക്കപ്പ് ചെയ്തു. എന്റെ പെറ്റീഷനും അതിനകത്തുണ്ട്. ഞാനല്ല കൊടുത്തത്, ഞാൻ കൊടുത്ത എന്റെ കോപ്പിയുണ്ട്. അഴിമതിയുടെ കഥകൾ അതിനകത്ത് പറയുന്നുണ്ട്, തെളിവ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പോലീസിന് തെളിവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മണിയുടെ വക്കട്ട്. രണ്ടാമത് വീണ്ടും കൊടുത്തു, സുധീരനും കൊടുത്തു. യാതൊരു അന്വേഷണവും ഇല്ല. ഒരു 7 മാസം മുമ്പ് 28-ാം തീയതി മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം സസ്വതന്ത്രനാണ്. ഇന്ന് ഒരു കാര്യം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. R ബാലകൃഷ്ണപിള്ള 28-ാം തീയതി എന്നെ കണ്ടു. എന്താ കാര്യം? അത് രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്ത് രാഷ്ട്രീയമാണെന്ന് ഞാൻ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ പറയാം, കൊടുത്ത കടലാസും കാണിക്കാം. ബിജു രമേശ് ആരോപണം ഉന്നയിക്കുന്നതിന് 1 മാസം 3 ദിവസം മുൻപ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ട് രാത്രിയില് ഉറക്കൊഴിഞ്ഞിരുന്ന് ഈ കഥകളെല്ലാം പറഞ്ഞു. ഇന്ന് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന കഥകളെല്ലാം അതിനകത്തുണ്ട്. അപ്പോഴും ഉമ്മൻചാണ്ടി താടിക്കൈയും കൊടുത്തിരുന്നേ ഉള്ളൂ. മുന്നണിയിൽ നിന്നുകൊണ്ട് അതിനപ്പുറം എനിക്ക് ചെയ്യാൻ ഒന്നും പറ്റില്ല. അങ്ങ് ചോദിച്ചല്ലോ എന്താണെന്ന്. മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അനാവശ്യം കാണിക്കുന്നത് ശരി. ഇപ്പൊ ഗണേശൻ തന്നെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ മുന്നണിയൊന്നുമില്ലല്ലോ. R ബാലകൃഷ്ണപിള്ള പോയാൽ പോകട്ടെ, ബാലകൃഷ്ണപിള്ള കാര്യം ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണല്ലോ ബി തങ്കച്ചൻ പറയുന്നത്. ബാലകൃഷ്ണപിള്ള പോയാൽ എന്ത് അപകടം ഉണ്ടാകും എന്നുള്ളതിലൊക്കെ ഇപ്പൊ വലിയ താമസമില്ല, നമുക്ക് കാണാം. അത് വരട്ടെ, അതിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. തങ്കച്ചൻ അങ്ങനെയെങ്കിലും തങ്കച്ചൻ ഗവർണറാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുകിടന്നത്. തങ്കച്ചൻ പറയുന്നതിനൊന്നും വലിയ വിലയൊന്നും ആരും കൊടുക്കുന്നില്ല. തങ്കച്ചൻ അങ്ങനെയെങ്കിലും ഒരു രാജ്യസഭാ സീറ്റെങ്കിലും കിട്ടുമെന്ന് വളരെ വ്യക്തമാണ് താങ്കൾ പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, മാണി നരകത്തിൽ പോകും എന്ന് ശപിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ഇവരുടെ മോഷണത്തിൽ നിന്ന്, കൊള്ളയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും? അല്ല, അതിന് വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ മാർഗമുള്ളൂ. അതിന് വേറെ യാതൊരു എളുപ്പ വഴിയുമില്ല. പിന്നെ ഞാനിവിടെ വർഗീയം പറഞ്ഞു എന്നാണ് ആന്റണി രാജുവിന്റെ പരാതി. എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. NSS സെക്രട്ടറി സുകുമാരൻ നായരെ കുറിച്ചും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചും എനിക്കുള്ള അഭിപ്രായം. ഈ 2 മെത്രാന്മാർ ചെയ്ത ആ കാര്യം ഈ നാട്ടിലെ മൊത്തം മെത്രാന്മാർക്കും അപമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം മാണി എന്താ പരിപാടി എന്നും മെത്രാന്മാർക്ക് എന്താണ് ഇതിൽ താല്പര്യമെന്നും. മാർ ജോസഫ് പൗവത്തിലും മാർത്തോമ മെത്രാപ്പൊലീത്തയുമാണ് ക്രൈസ്തവ സമൂഹത്തിന് തീർത്താൽ തീരാത്ത അപമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എവിടെയും തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്കൊരു മെത്രാന്റെയും ചെലവില്ല, ഒരു സമുദായ നേതാവിന്റെയും ചെലവില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്. അല്ലാണ്ട് വേറെ ചില ആൾക്കാരുടെ പോലെ നാട്ടുകാരെ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല. വളരെ നന്ദി ശ്രീ ജയശങ്കർ, ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ ആന്റണി രാജു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.